രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 21-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ നിന്ന് ആരംഭിച്ച് ഒരു മാസക്കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ കേരളത്തിലെ 7 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ നവകേരളത്തിന് വേണ്ടി 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയ നയപരിപാടികൾ വിശദീകരിച്ചു. പുതിയ മുന്നേറ്റത്തിന് ജനകീയമായ പിന്തുണ തേടിയും അവരുടെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചും നടത്തിയ ഒരു യാത്രയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് 10ാം വർഷത്തിലേക്ക് കാലെടുത്തു കുത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും ജനപക്ഷം നിന്നുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഈ വേദിയിൽ ഇവിടെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളം അഭിമാനകരവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു പുതിയ ചരിത്രത്തിലേക്ക് കാലെടുത്തു. കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ ഒരു ജനകീയ ബദൽ അവതരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ലോകത്ത് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള നേട്ടങ്ങളുടെ തേരിലേറി 10ാം വർഷത്തിലേക്ക് ഒരു ജനതയെ ആകെ കൊണ്ടുപോകുന്നു എന്ന അഭിമാനകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ചീഫ് സെക്രട്ടറി നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ ചടങ്ങിൽ മറ്റൊരു മഹനീയമായ പ്രഖ്യാപനം കൂടി, ചടങ്ങുകൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ ഒരു വർഷക്കാലം കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷം നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ മുതൽ ഇങ്ങോട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വകുപ്പുകൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ജനസമക്ഷം അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ചരിത്ര സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായൊരു മന്ത്രി എന്ന നിലയിൽ പറയാൻ കഴിയും, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എല്ലാ വർഷവും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്വയം വിലയിരുത്തി ഞങ്ങളെ തന്നെ വിചാരണ ചെയ്ത് 3.5 കോടി മലയാളിയുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂടത്തിൻ്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനാകും. പ്രകടന പത്രികയോ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു നോട്ടീസല്ലേ എന്ന് ചോദിച്ച രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് ഈ കേരളം. എന്നാൽ ഈ ഗവൺമെൻറ്റിനും മുന്നണിക്കും പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന ഒരു വാഗ്ദാനമാണെന്നും ആ വാഗ്ദാനം നടപ്പിലാക്കുക ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണെന്നും ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രകടന പത്രികയുടെ പൂർത്തീകരണത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന് ഓരോ ഘട്ടത്തിലും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിൽ ഈ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 10ാം വർഷത്തിലേക്ക് ഈ ഗവൺമെൻറ് കാലെടുത്തു കുത്തുമ്പോൾ ലോകം അത്ഭുതത്തോടെ ഈ കേരളത്തിലേക്ക് നോക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകമാകെ അസാധ്യം എന്ന് പ്രഖ്യാപിച്ചിരുന്ന എത്രയോ പ്രവർത്തനങ്ങൾ സാധ്യമാണൊരു ജനാധിപത്യ ജനകീയ ഭരണകൂടത്തിന് എന്ന് ലോകത്തിനോട് പറയാൻ 9 വർഷക്കാലത്തെ ഇന്നലകളിൽ ഈ കേരളത്തിന് സാധിച്ചു എന്ന അഭിമാന ബോധത്തിൻ്റെ നെറുകയിലേറിയാണ് ഈ ഗവൺമെൻറ് അതിൻ്റെ 10ാം വർഷത്തിലേക്ക് കിടക്കുന്നത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാനാകും. ഞങ്ങളെല്ലാവരും കാസർഗോട്ടെ കാലിക്കടവിൽ ആദ്യത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കാളികളായതാണ്. ഒരുപക്ഷെ ദീർഘമായ നേരം യാത്ര ചെയ്താണ്. ജനങ്ങളുടെ ആവേശവും അതിൻ്റെ ആഹ്ലാദ തിണർപ്പും കണ്ടും അനുഭവിച്ചുമാണ്
ഈ സമ്മേളന നഗരിയിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരുന്നത്. ഒരു കാര്യം ഉറപ്പോടെ ഞങ്ങൾക്ക് പറയാനാകും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗവൺമെന്റിന്റെ വാർഷികവുമായി വിവിധ തലങ്ങളിൽ ഒത്തുചേർന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ നടത്തുന്ന പ്രഖ്യാപനം ഇനിയും ഈ കേരളത്തിന് നിങ്ങളെ വേണം, നിങ്ങളുടെ നേതൃത്വം വേണം, കേരളത്തെ നയിക്കാൻ ഇതേ മുന്നണി കേരളത്തിൽ തുടർന്നും വരണം എന്ന അഭിമാനകരമായ പ്രഖ്യാപനമാണിത്. കണ്ടും നേരിട്ടറിഞ്ഞും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്.